ഇന്ത്യൻ നേവിയിലേക്ക് പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത്ര ദിവസം മാത്രമേ അപേക്ഷിക്കാനായിട്ട് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. യോഗ്യതയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടാകും. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപേക്ഷിക്കാനുള്ള ലിങ്ക്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ, അതായത് സെലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ പോസ്റ്റ് ആവാൻ പോകുന്നത്, ഇതിൻ്റെ ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള INA, അതായത് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിൽ വെച്ചിട്ടായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കണ്ണൂരുള്ള ഏഴിമലയിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. അപ്പോൾ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണ്, പെർമനന്റ് കമ്മീഷൻ എന്താണെന്ന് ഇതുവരെയുള്ള ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സർവീസ് ആകുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 10 വർഷം വരെ സർവീസ് ചെയ്യാം. മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 14 വർഷം വരെ നേവിയിൽ ജോലി അനുഷ്ഠിക്കാൻ സാധിക്കും. പിന്നെ പെർമനന്റ് കമ്മീഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ, നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇൻഫർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ജാൻ 2024 കോഴ്സിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് 23 ഫെബ്രുവരി 2024 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 3 മാർച്ച്, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, 3 മാർച്ച് 2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണ് നേവി ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. കേരളത്തിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതും ബാക്കിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാഡമി, അത് കണ്ണൂരാണ്, ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. എനിവേ, SSC എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം ബോൺ ബിറ്റ്വീൻ 2 ജൂലൈ 1999 1 ജാനുവരി 2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിനെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് 10ലോ അല്ലെങ്കിൽ +2ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിന് 60% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനിലും 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. അതായത് MSc അല്ലെങ്കിൽ BE, BTech അല്ലെങ്കിൽ MTech, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ സിസ്റ്റംസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡാറ്റ അനലറ്റിക്സ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ തീർച്ചയായിട്ടും 60% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ, 10ൽ നിർബന്ധമായിട്ട് ഇങ്ങനെ വേണം, 10ലോ +2ലോ ഇംഗ്ലീഷിന് 60% മാർക്ക് വേണം. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ ബ്രാഞ്ച്, അതായത് IT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള BE, BTech അല്ലെങ്കിൽ MCO, ഏതെങ്കിലും MTech എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 60% മാർക്ക് വേണം. ഇനി ഈ യോഗ്യത ഇല്ലെങ്കിൽ MCA വിത്ത് BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 60% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ 15 ഒഴിവാണ് മൊത്തത്തിലുള്ളത്. മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 മാർച്ച് 2024 ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സോ ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഉദ്യോഗാർത്ഥികളെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് BE, BTech ഫോർ കാൻഡിഡേറ്റ് ഹു ഹാവ് കംപ്ലീറ്റ് ഫൈനൽ ഇയർ BE, BTech മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ 5th സെമസ്റ്റർ. അതായത് അവരുടെ ഇതിന് വേണ്ടിയിട്ട്, അതായത് അവർ പഠിച്ചിട്ടുള്ള ഏതാണോ BE, BTech ആണോ അല്ലെങ്കിൽ MTech ആണോ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് SSB ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നവർക്കാണ് ഇതിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട രീതി പറയുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് 23 ഫെബ്രുവരി 2024 മുതൽ. അപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ ഒരു നോട്ടീസും, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. 3 മാർച്ചാണ് ലാസ്റ്റ് ഡേറ്റ്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനും കൂടി ശ്രമിക്കുക.